മാസങ്ങൾക്ക് മുൻപ് ഒരു പാതിരാത്രി ഒരു കൂട്ടം പോലീസ് സംഘം ഈ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുന്നു. അതിനുശേഷം നടത്തിക്കൂട്ടിയത് എന്താണെന്ന് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. അതിനുശേഷം ഇദ്ദേഹം ആ സംഭവത്തെക്കുറിച്ച് വിവരിക്കും. വക്കീലിനെ കണ്ടാ ഏത് കേസാണ്? ഞാൻ പറഞ്ഞില്ലേ സംസാരിക്കാം. വീടൊക്കെ ഒരുപാട് നാളായിട്ട് കോടതി പറയാം. എനിക്ക്
വേറെ ഒന്നും എനിക്കറിയത്തില്ല. ബാക്കി അവൾ കോടതി ചെല്ലുമ്പോൾ അറിയാം. പിന്നെ ഞാൻ പരിഗണന എനിക്ക് വാറിന്റെ അയച്ചെടുത്തു. നീ അവിടെ ചെല്ലു. നടക്കേ ഇവിടെ നടക്കേ. ഇത്ര സമയമൊക്കെ മതി. സംസാരമൊന്നുമില്ല. ഞാൻ മാറ്റിച്ചെടുത്തോളൂ. എനിക്കങ്ങനെ മണി വിളിക്കുന്നതൊക്കെ അവളെ വിളിച്ചിട്ട് വന്ന സ്റ്റേഷനിൽ. ഹലോ ഹലോ രാവിലെ വക്കീലുമായിട്ട് സ്റ്റേഷൻ കൊണ്ടുപോകാം കേട്ടോ. നിങ്ങളൊക്കെ കൂടെ സ്റ്റേഷൻ വരാൻ പറഞ്ഞോ. അന്ന് 12 മണി കഴിഞ്ഞു. ഞാൻ ഒന്ന് കിടന്നു. ഒരു 11:30 കിടന്നു കണ്ടിട്ടുണ്ടാകും. മോള് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മതിൽ ചാടിയിട്ട് SHO അനൂപും ഒരു 3-4 പോലീസുകാരുടെ നമ്മളെ വീട് അതിക്രമിച്ചതിനകത്ത് കയറി വരുന്നത്. അപ്പോൾ ശബ്ദം കേട്ട് പട്ടി വരയ്ക്കുന്നുണ്ട്. മോളും വൈഫും ഫ്രണ്ടിലിരിപ്പുണ്ട്. മോള് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ അവളോടൊപ്പം ഇരിപ്പുണ്ട്. അവിടെ കതകിൽ വന്ന് മുട്ടി കോളിംഗ് ബെല്ലടിച്ചു. അവർ തുറന്നു. ജനൽ തുറന്നു നോക്കിയപ്പോൾ പോലീസാണെന്ന് മനസ്സിലായി. എന്താണെന്ന് ചോദിച്ചു. എന്താ സാറേ എന്ന് ചോദിച്ചു. അജി ഉണ്ടോയെന്ന് ചോദിച്ചു. അവർ ഉള്ളത് തന്നെ പറഞ്ഞു. ഉണ്ടോയെന്ന് തന്നെ പറഞ്ഞു. അല്ല ഇല്ലെന്ന് ആദ്യം പറഞ്ഞു. ഇല്ലെന്ന് തന്നെ പറഞ്ഞു. ആളില്ലയെന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് ചോദിച്ചു. ഇതാണ് സംഭവം, പിന്നെ എനിക്ക് കഥ തുറക്കുന്നു പറഞ്ഞു. അന്നേരം അവൾ പറഞ്ഞു എന്താ കാര്യമെന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അവസാനം ഇവർ തള്ളി തുറക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് കുറ്റി എടുക്കുന്നത്. തള്ളി തുറന്നിട്ടാണ് അവൾ മറിഞ്ഞു വീണു. വൈഫ് വീഴുവാണ് ഇത്. ഇയാൾ കുറ്റി എടുക്കുന്നതിന് തള്ളി തുറന്നകത്ത് കയറി. എല്ലാ റൂമിലും കുട്ടികൾ കിടക്കുന്ന റൂമിലും എല്ലായിടും ഇയാൾ പരതിയിട്ട് മുകളിൽ ഞാനുണ്ടായിരുന്നു എൻ്റെ റൂമിൽ. അവിടെ വന്നിട്ടാണ് എന്നെ വലിച്ചെടുക്കുന്നത്. അപ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഉണരുന്നു. എന്താണ് സംഭവം എന്നറിയാൻ പറ്റില്ല. നോക്കിയ പോലീസുകാരെൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത്. അങ്ങനെ എണീടാന്ന് പറഞ്ഞ് പിടിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. വലിച്ച് താഴെ കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞു എന്താ സാറേ കാര്യം പറ, എന്താണ് അത്, നീ എന്താ ഇവിടെ പോലീസിനെ പറ്റിച്ച് കോടതി പോകാതെ ഇവിടെ കിടക്കുകയാണ് അല്ലേ, കള്ളനെ പോലെ എന്ന് പറഞ്ഞിട്ട് എന്നോട് ആക്രോശിച്ചുകൊണ്ട് വരുന്നു. വലിച്ചഴിച്ച് താഴെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ വരുന്നതിന് പ്രശ്നമില്ല, വരാം. ഞാൻ അടിവസ്ത്രം ധരിച്ചിട്ടില്ല, കയ്യിൽ കൊടുത്തിട്ടുള്ളൂ, വസ്ത്രം എനിക്ക് ധരിക്കണം. എന്നിട്ട് ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഡ്രസ്സ് മാറാനായിട്ട് ഈ റൂമിൽ കയറി ഇയാളും കൂടെ കയറി ഇവിടെ വെച്ച് മാറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ കുട്ടികൾ, എൻ്റെ വൈഫും കുട്ടികളെല്ലാം നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ബാത്റൂമിൽ ഞാൻ കയറുന്നു. ഇയാൾ എൻ്റെ കൂടെ കയറുന്നു ഡ്രസ്സ് മാറുന്നവരെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. അത് വളരെ പാടുപെട്ടിട്ടാണ് വൈഫ് കൊണ്ടൊന്ന് തരുന്നത്. കുടിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിലാണ് എന്നോട് അന്നേരമൊക്കെ പെരുമാറുന്നത്. മോള് കരയുന്നുണ്ട്. അച്ഛൻ എന്തിനാ കൊണ്ടുവന്ന് കാര്യം പറയാം, അച്ഛൻ വരാമെന്ന് പറഞ്ഞില്ല. പിന്നെ എന്തിനാ ഒരാൾ അങ്ങോട്ട് പിടിക്കുന്നു, ഒരാൾ പെടലിക്ക് വലിക്കുന്നു. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വിഷ്വലിനകത്ത്. എന്നെ ശാരീരികമായിട്ട് അങ്ങനെ വലിച്ചഴക്കുകയും പിടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിർബന്ധിച്ച് കുട്ടികളുടെ ബഹളത്തിനിടയിൽ ഇയാളുടെ ഒച്ചപ്പാട്, ആക്രോശിച്ചുകൊണ്ട ശബ്ദങ്ങൾ, ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിൽ കുറേ സമയം ആ റൂമിനകത്ത് ഇയാൾ വിഷമങ്ങൾ ഉണ്ടാക്കുകയാണ് നമുക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറയാം നിങ്ങളവിടെ ഞാൻ വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾ എന്താണ് കേസെന്ന് എനിക്കടുത്ത് പറയുന്നില്ല. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കും, ഞാൻ ഇങ്ങനെ ഒരു കേസിൽ എന്നെ വെറുതെ വിട്ടിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു കേസ് ഇല്ല 100 വട്ടം പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നില്ല. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ കോർട്ടിൽ നിങ്ങൾ നോക്കിയാൽ മതി, മൊബൈലിൽ കാണും, ഫയൽ നമ്പർ കേസ് നമ്പർ നിങ്ങളതിലുണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി അത് ശ്രദ്ധിക്കുന്നില്ല. നീ കൂടുതൽ സംസാരിക്കുക, എന്നെ പഠിപ്പിക്കുന്നത് കേരള ജീപ്പിൽ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടുന്ന് വലിച്ചഴിച്ചിട്ട് പുറത്ത് കൊണ്ടുപോകുന്നതും ജീപ്പിൽ കയറ്റി കൊണ്ടുവന്നു. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ദൂരെ 3-4 കിലോമീറ്റർ ഉള്ളിൽ ഒരു മണിക്കൂറോളം ഒക്കെ ഒരു 1-2 പ്രതികളൊക്കെ കാണാനായിട്ട് പോകുന്നതിനിടയിൽ അപ്പോഴും ഞാൻ ജീപ്പിലിരിക്കുന്ന 2 പോലീസായിട്ട് പറഞ്ഞു സാറേ ഈ നിങ്ങൾക്കെങ്കിലും ഒന്ന് നോക്കാം, നിങ്ങളതിൽ മൊബൈലുണ്ടെങ്കിൽ ഈ കോർട്ടിൽ കയറി നോക്കിയാൽ ഈ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ അവരാണ് 2 പോലീസുകാരത് നോക്കുന്നത്. അവരുടെയൊക്കെ പേര് നമ്മളാ ഇതിലുണ്ട്, റിപ്പോർട്ടിലുണ്ട്. നോക്കുകയും നമ്മൾ നിരപരാധിയാണെന്ന് ബോധ്യപ്പെടുകയും എന്നെ കേസിൽ വെറുതെ വിട്ടിട്ടുണ്ടെന്ന് കഴിഞ്ഞ മാസം ജനുവരിയിലാണ്, ഫെബ്രുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അന്ന് കേസ് ഡിസ്പോസ് ചെയ്താണ്, കോടതിയിൽ അങ്ങനെ ഒരു കേസില്ല, നിലവിലില്ല എന്ന് ബോധ്യപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം പോയി സിയെ വിളിക്കുന്നു. അദ്ദേഹം അനൂപ് വന്നിട്ട് നോക്കിയിട്ട് സ്റ്റേഷനോട്ട് പോട്ടെന്ന് പറയുന്നു. ഞാൻ പറയുന്ന കാര്യം എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റും, എൻ്റെ കുഞ്ഞുങ്ങളവിടെ കരഞ്ഞു വിളിച്ചിരിക്കുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലേ കൊണ്ടുവന്നേ, ഞാൻ നിരപരാധിയാണെന്ന് അപ്പോഴേ പറയുന്നില്ല, അവരും പറയുന്നില്ലേ. പിന്നെ നിങ്ങൾ നിർബന്ധിച്ച് എന്നെ ചവിട്ടി കൂട്ടും എടുക്കുമെന്നൊക്കെ പറയുമ്പോൾ ആരായാലും നിങ്ങളുടെ കൂടെ വരും, കുഞ്ഞുങ്ങളുടെ വിഷമം കണ്ടുകൊണ്ട്. ഞാൻ അങ്ങനെ വന്ന് എന്നെ വീട്ടിൽ കൊണ്ടാകും. പറ്റത്തില്ലെന്ന് പറഞ്ഞു ലാസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു.
സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹം എന്നെ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് വെള്ളം വേണം. വെള്ളം ആദ്യം ഇച്ചിരി വെള്ളം തന്നു. പിന്നെ ഒരു വനിതാ കോൺസ്റ്റബിൾ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ആദ്യം കുടിച്ച വെള്ളമില്ല, ഇനി വെള്ളം തന്നെ വെള്ളം എടുത്ത് കുടിക്കാനേ പറ്റുള്ളൂ. കാരണം അവിടെ വെള്ളമില്ലായിരുന്നു, യാഥാർത്ഥ്യം അത് തന്നെ. പക്ഷേ അവർ പറഞ്ഞതാണ്. അങ്ങനെ അതും വലിയ പ്രശ്നമായി. ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നില്ല. അങ്ങനെ നമുക്ക് ഉള്ള മൗലിക അവകാശങ്ങളൊന്നും അവർ അനുവദിച്ചില്ല, എല്ലാം നിഷേധിച്ചു. പിന്നെ ഞാൻ നിരപരാധി എന്ന് അറിഞ്ഞപ്പോൾ ഇവർക്ക് എങ്ങനെയും എന്നെ അവിടെ നിന്ന് ഒഴിവാക്കുന്നത് ഈ കോർട്ട് വഴി നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ കോർട്ടിൽ നോക്കുമ്പം അങ്ങനെ ഒരു കേസില്ല, നിലവിലില്ല. ഇയാൾ നേരത്തെ വന്നിരുന്നൊരു വാറണ്ടുമായിട്ടാണ് നമ്മളടുത്ത് വരുന്നത്. അപ്പോൾ കേസ് ഡയറി പരിശോധിക്കുകയോ പിന്നെ അവിടെ നമ്മൾ കോട്ടയിൽ നിന്ന് വരുമ്പോൾ അത് മടക്കിയതായിട്ട് അറിയുന്നില്ല. അയാളെ ശ്രദ്ധക്കുറവന്നെ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധക്കുറവന്നെ ആയിരിക്കണം ഒരു പക്ഷേ. നമുക്കിപ്പം പറയാനല്ലേ പറ്റൂ. എൻ്റെ കയ്യിൽ അപ്പോൾ രേഖകൾ എടുത്ത് കാണിക്കാൻ ഈ കൊണ്ടുപോകുന്ന സമയത്തിൻ്റെ ഇല്ല. ഈ കോർട്ടിൽ നോക്കിയാൽ അറിയാം. അങ്ങനെ അതിന് ശേഷമാണ് എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ വിളിക്കുന്നത്. അവിടെ നിന്ന് ഫോൺ ചെയ്ത് ആരെങ്കിലും വരാൻ പറയാം. 2 പേര് വന്നു. പിന്നെ 2-3 പേരോളം വീട്ടിൽ അവിടെ എത്തി. ആധാറുമൊക്കെ ആയിട്ട് വന്ന് എന്നെ ഇവിടുന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ എന്നെ വിടുന്നത്. വിട്ടതിന് ശേഷം പിറ്റേ രാവിലെ നമ്മൾ ചാനൽ വരെയും മറ്റുള്ള സംവിധാനങ്ങളിലേക്ക് നീങ്ങി ഹൈക്കോടതി വരെ കേസ് ഫയൽ ചെയ്ത് എല്ലാ വകുപ്പുകളിലും പരാതിപ്പെട്ടു. DGPക്ക്, SP-ക്ക്, മുഖ്യമന്ത്രി ഉൾപ്പെടെ പരാതിപ്പെട്ടു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നടപടി കാര്യങ്ങൾ അയാളെ സ്ഥലം മാറ്റാനോ അയാൾക്ക് എന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയോ ഒന്നും ആയിട്ടില്ല. അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയിൽ പാതിരാത്രി വന്നിട്ട് കുടുംബത്തിൻ്റെ മുന്നിൽ നിന്നും ഒരു കൊടും കുറ്റവാളിയെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ പോകുന്നു. അതിനുശേഷം നേരിടേണ്ടി വരുന്ന, സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും കുടുംബത്തിൽ ബന്ധുക്കളുടെ ഇടയിൽ ബുദ്ധിമുട്ടുകൾ നിരവധിയായിരുന്നു. മക്കളുടെ മാനസിക അവസ്ഥ വളരെ ദയനീയമായിരുന്നു. കുട്ടികൾ ഭയപ്പാടായിരുന്നു. ഭയന്ന് വിറച്ചു നിലവിളിക്കുന്നതൊക്കെ നമുക്ക് ആ വിഷ്വലിനകത്ത് കാണാൻ കഴിയും. പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ നമ്മളൊരു പരിഹാസ കഥാപാത്രമായി മാറി. രാത്രി പോലീസുകാർ പിടിച്ചത് ഞാൻ എന്തോ ക്രിമിനൽ കേസിൽ ഏറ്റവും മോശപ്പെട്ട എന്തോ പ്രവൃത്തി ചെയ്ത ഒരാളെ കൊണ്ടുപോകുന്നതിനേക്കാളും മോശമായിട്ടാണ് എന്നെ പോലീസ് അതിക്രമിച്ച് കയറിയിട്ട് അത്രയും ഷൗട്ട് ചെയ്ത് വളരെ ഒച്ചത്തിൽ ഭീകരാന്തരം സൃഷ്ടിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒച്ചപ്പാടുകൾ. നിങ്ങൾക്ക് മനസ്സിലാവുക കാണുമ്പോൾ. സ്ത്രീകളും കുട്ടികളും ഉള്ളൊരു വീടാണ്. അദ്ദേഹത്തിന് ഞാൻ തെറ്റുകാരനാണ്, കുറ്റം ചെയ്ത ഒരാളാണെങ്കിൽ, പ്രതിയാണെങ്കിൽ അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് വാറണ്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. ഞാൻ ചെല്ലാം. പോലീസിന് എന്ത് നടപടിയും സ്വീകരിക്കും, അതിന് ഞാൻ സഹകരിച്ച് പോകാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ അങ്ങനെ പോകുമ്പോഴും എൻ്റെ കൂടെ ഒരു കുടുംബമുണ്ട്, 2 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. അങ്ങനെയുള്ള ആ ഒരു കുടുംബത്തിൽ കയറി ഇതുപോലുള്ള അഭ്യാസങ്ങൾ കാണിക്കുമ്പോൾ എന്നെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ കുറച്ച് ജന്മങ്ങളുണ്ട്, അവരെ ബുദ്ധിമുട്ടിക്കരുതെന്നുള്ളൊരു ബോധമുള്ള ഒരാളാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകാൻ നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് നല്ല വാക്കുകൾ പറയാമല്ലോ. പിന്നെ സുപ്രീം കോടതിയുടെ തന്നെ ഒരു വാറണ്ട് പ്രതിയെ എടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് പോലീസ് എടുക്കുമ്പോൾ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. അതിൻ്റെ ഒന്നും അയാൾ പാലിച്ചിട്ടില്ല. അപ്പോൾ എന്നെ പോലീസ് കൊണ്ടുപോകുന്ന രീതി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പരാതിയില്ല, അങ്ങനെ കൊണ്ടുപോകാം, കുഴപ്പമില്ല. പക്ഷേ പാലിക്കേണ്ട ഒരു മര്യാദകളോ ഒരു കുടുംബത്തിൽ 2 കുട്ടികളും കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളോട് പെരുമാറേണ്ട ഒരു സാമാന്യ ബോധത്തോടുള്ള ഒരാളെ ചെയ്യുന്ന പ്രവൃത്തികളല്ല അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. ചോദിച്ചോട്ടെ, ആ കേസ് എന്തായിരുന്നു ആദ്യം ഉണ്ടായ ഒരു കേസ്? അത് അടുത്ത എൻ്റെ 2-3 ഒരു കടയുണ്ട്. ഞാനൊരു കട മുറി വാടകയ്ക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കറണ്ട് ചാർജും വാടകയും ഒക്കെ മുടങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഇറങ്ങി ഒഴിവാകാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പ്രാദേശിക രാഷ്ട്രീയ നേതാവായിരുന്നു. അപ്പം ഞാനും ഇടതുപക്ഷ ചായ്വുള്ള ഒരാളായതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് 2 കൂട്ടരും പരാതിപ്പെട്ടു. അപ്പോൾ ഞാനിവിടെ വന്ന് ഇയാൾ വഷളാക്കി സംസാരിച്ചു എന്ന് വെച്ചുകൊണ്ട് ഞാനും പരാതി കൊടുത്തു. അദ്ദേഹത്തിനെ ഒഴിവാക്കി എഗ്രിമെൻറ്റ് നിലനിൽക്കുമ്പോൾ അയാൾ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ പരാതി കൊടുത്തു. അങ്ങനെ പരസ്പരം ആ ഒരു വിദ്വേഷം രാഷ്ട്രീയപരമായിട്ടുള്ള ആ രീതിയിലേക്ക് നീങ്ങിയപ്പോൾ കൗണ്ടർ പെറ്റീഷൻ പോലീസ് എടുത്തു. 2 കൂട്ടരെയും ഏൽപ്പിക്കണമെന്ന് വെച്ചിട്ട് അത് 2012 അത് കഴിഞ്ഞ് കേസിന് ശേഷം കോടതി വിളിച്ചു. ഞങ്ങൾ 2 പേരും അതിനു മുമ്പ് തന്നെ ധാരണയിലെത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുള്ളി പോയി. ഞാനും എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തു. അതിനുശേഷം കോടതിയിൽ എത്തിപ്പെട്ടതുകൊണ്ട് നമുക്ക് 2 കൂട്ടർക്കും കോടതിയിൽ എത്തേണ്ടി വന്നു. ഞങ്ങൾ 2 പേരും ജാമ്യം എടുത്തു. ആ സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ധാരണയോടുകൂടി കോടതിയിലെത്തി. അന്ന് വാറണ്ടായിരുന്നു, അല്ല കൊറോണ ടൈമിലൊക്കെ കിടന്ന്, പിന്നെ അതിന് ശേഷം വാറണ്ടായി കിടന്നായിരുന്നു. ആ വാറണ്ട് ഞങ്ങൾ 2 കേസിന് നേരെ ഞങ്ങൾ ജാമ്യം എടുക്കുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കേസ് ഡിസ്പോസ് ചെയ്യുന്നത് കഴിഞ്ഞു. ആ കേസ് ആ പഴയ ഇതാണ് അദ്ദേഹം ഇതും കൊണ്ട് ഇറങ്ങിയത്. പോലീസ് ഒരു പാതിരാത്രി അതിക്രമിച്ച് കയറി നടപടിയെടുക്കേണ്ടതായ കേസുകളോ അല്ലെങ്കിൽ ചാർജുകളോ ഒന്നും ആ കേസിൽ ഉള്ളതായി തോന്നുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചിത്ത വിളിച്ചെന്നോ പിടിച്ചു കളിയെന്നോ അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. വേറെ അതിനകത്തുള്ള വലിയ ക്രൂരകൃത്യങ്ങളോ വെട്ടാ കുത്തോ അടി വേളമൊന്നും നടന്നിട്ടുള്ള കേസല്ല. തർക്കം
വാടകയുമായി ബന്ധപ്പെട്ട് കട ഒഴിഞ്ഞ് തരണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം എനിക്കെതിരെ പരാതി കൊടുത്തതും ഞാൻ അദ്ദേഹത്തിന് ഒരു നിസ്സാര കാര്യം അത്രയേ ഉള്ളൂ. അല്ല അവിടെ ഒരു സംഘർഷമോ വലിയ വിഷയങ്ങളൊന്നും നടന്നതല്ല. അപ്പോൾ അത് ചില വ്യക്തിപരാഗിയോ രാഷ്ട്രീയ പരാഗിയോ വെച്ചിട്ട് അങ്ങ് കേസാക്കി കൗണ്ടർ എടുത്തേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ സ്റ്റേഷൻ ഈ സ്റ്റേഷനും ആ SIയും അവരുടെ ഇപ്പോഴും അവിടെ ഉണ്ട്. അതെ, ഈ ഇത്രയും ദിവസങ്ങളായി മാസങ്ങളായി. ഇപ്പോൾ ജനുവരി ഫെബ്രുവരിയിൽ നടന്ന സംഭവമാണ്. ഫെബ്രുവരി സെപ്റ്റംബർ ഒക്ടോബർ ആയിട്ട് പോലും ഇതുവരെയും അദ്ദേഹത്തിന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം ഇത്രയും മോശമായ ഇത് ഞാൻ ആരോടെല്ലാം എവിടെല്ലാം പരാതിപ്പെട്ടു. അവിടെ നിന്ന് എനിക്ക് ഒരു ആശ്വാസമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നാണ്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ടാണ് ഇന്നലെ എനിക്ക് കിട്ടിയപ്പോൾ ഞാനിത് നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്ത് ഇങ്ങനൊരു വേദിയിലേക്ക് ഞാൻ വരേണ്ടി വന്നത്. അപ്പം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് രീതിയിൽ തന്നെ വീഴ്ച സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടിൽ കാണുന്നത്. കുറ്റക്കാരനെന്നല്ല, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പോലീസിന്. ആ വീഴ്ചയുടെ ഒരു ഇത് പോലീസിന് റിപ്പോർട്ടിലേക്ക് മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വീണ്ടും വിളിച്ചിട്ടുണ്ട്, ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ടാണ്. എന്നെ വിളിച്ചിരുന്നു, ഞാൻ പോയി. അപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി. കാരണം ഇയാൾ വന്നതിനേക്കാളും മോശമായിരുന്നു ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്കുണ്ടായ വേദന. കാരണം എന്നെ കൊണ്ടുപോയതൊരു ഭീകരമായ രീതിയിലാണ്. പക്ഷേ അവരെന്നെ വളരെ സന്തോഷവാനായിട്ടാണ് കൊണ്ടുപോയത്. എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നു, എനിക്ക് അടിവസ്ത്രം ധരിപ്പിച്ചു. പുള്ളി വളരെ കൂളായിട്ട് എല്ലാം ചെയ്യിച്ചു, എല്ലാവരെയും സമാധാനിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. ഞാനും എൻ്റെ മക്കളും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. മക്കൾ ബഹളം ഉണ്ടാക്കി, ഭാര്യ അയാളെ അങ്ങനെയൊക്കെയുള്ള മോശമായ ഒരു റിപ്പോർട്ടാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയോ ഒരു പ്രശ്നങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അവരുടെ ഭാഗം ക്ലിയർ ഇമേജ് വരത്തക്ക രീതിയിൽ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുത്താം, അല്ലെന്നുണ്ടെങ്കിൽ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. നിങ്ങൾക്കിത് തൃപ്തികരമല്ലെങ്കിൽ ഞാനത് ഇവിടെ ഇരുന്നു 7ഓളം പേജ് ഞാൻ രാത്രി ഇരുന്ന് എഴുതി എൻ്റെ സത്യാവസ്ഥയെല്ലാം ബോധ്യപ്പെടുത്തി കൊണ്ട് ഇത് പരിഹാസമാണ്, എന്നെ കളിയാക്കുന്നതിന് തുല്യമാണ് ഈ പോലീസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വക്കീലുമായിട്ട് ആലോചിച്ചിട്ട് ഞാൻ മറുപടി കൊടുത്തു. എന്തായാലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കിയതിൽ ആ ബുദ്ധിമുട്ട് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തുനിന്ന് പിൻവാങ്ങുന്ന പ്രശ്നമില്ല. ഇല്ല, ഞാനത് പിന്നെ ഈ കുറച്ച് സമയം ഞാൻ കൊടുത്തു. ഇപ്പോൾ ഒരു 8 മാസത്തോളം ആവുന്നുണ്ടല്ലോ. ഞാൻ കുറേ സമയം ആഭ്യന്തര വകുപ്പിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഇതിൽ നിന്നോ പ്രതിപക്ഷ നേതാവ് എല്ലാവർക്കും പരാതിപ്പെട്ടു. അവിടെ നിന്നും എനിക്ക് യാതൊരുവിധ അനുകൂലമായ മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിനിടയ്ക്ക് 2 പ്രാവശ്യം എന്നെ SCPയുടെ ഓഫീസിൽ വിളിച്ചു. ഇതിൻ്റെ ഭാഗമായി അന്വേഷണത്തിൻ്റെ ഭാഗമായി മൊഴിയെടുത്തു എന്നല്ലാതെ അതും പോലീസ് വളരെ ദാക്ഷ്യത്തോടാണ് എന്നോട് പെരുമാറുന്നത്. മൊഴിയെടുക്കാൻ ചെല്ലുമ്പോൾ പോലും കാരണം സ്റ്റേഷൻ ചാത്തന്നൂരായതുകൊണ്ടും SCP ഓഫീസ് അവിടുത്തെ പോലീസുകാർക്കൊന്നും എന്നോട് അത്ര തൃപ്തികരമല്ല. അപ്പോൾ മറുപടി ഞാൻ എൻ്റെ നിന്ന് മൊഴിയെടുക്കുമ്പോഴും ഞാൻ മറുപടി പറയുന്നതൊന്നും അത്ര ഒരു സുഖകരമായിട്ടായിരുന്നില്ല. എങ്കിലും ഞാൻ മറുപടി എല്ലാം കൊടുത്ത് പോരുന്നു. അല്ലാതെ പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ചാത്തന്നൂർ SI ആ പേരെടുത്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ പറയുമ്പം അതും കൂടി ചേർത്ത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന് നടത്തിയ ഒരു നരനാരായിട്ടെന്നുള്ളതില്ലേ ഒരു അത് തന്നെയാണ്, നരനായാട്ട് തന്നെയാണ് കാണിച്ചത്. കാരണം എന്നെ 4-5 പേരോളം വന്ന് എടുക്കുകയാണ്, പിടിച്ച് വലിക്കുന്നു, ഷോൾഡർ പിടിക്കുന്നു, കഴുത്തിന് പിടിക്കുന്നു ഒക്കെ ചെയ്യുമ്പോൾ ഇത് കണ്ടുകൊണ്ട് ഭയന്ന് വിറച്ച് കുട്ടികൾ കരയുന്നുണ്ട് ഒച്ചത്തിൽ. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു ഭീകരമായ ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ. പേടി തോന്നുന്നു, കുട്ടികൾക്കും സ്ത്രീകൾക്കും ഭയപ്പാട് തോന്നുന്ന രീതിയിലുള്ള ഒച്ചപ്പാടിലാണ് CI ഇവിടെ ഈ റൂമിനുള്ളിൽ വെള്ളം കാണിക്കുന്നത്, ഈ ഹാളിൽ. ആ മുഴക്കം കൂടെ ആകുമ്പോൾ ഭയം തോന്നുന്ന രീതിയിൽ, അത്രത്തോളം ഭയം തോന്നിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ഈ കുറച്ച് സമയം മിനിറ്റുകൾ അവിടെ കാണിച്ചു കൂട്ടിയിട്ട് അത് നമ്മൾ ബോധ്യപ്പെടുന്ന രീതിയിൽ വിഷ്വൽ എടുത്തിട്ട് കാണിച്ചിട്ട് പോലും അവർക്കൊന്നും ഇതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നില്ല. ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ച മാനസിക പീഡനം, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പരിഹാസനായി മാറി. ഈ പറഞ്ഞ ഇത്രയും വിഷമങ്ങൾ ഞാൻ ഇതിലൂടെ കടന്നു പോകുമ്പോഴൊന്നും ഒരു നടപടിയോ ഒരു ആശ്വാസമൊക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഇതിൽ നിന്ന് നമുക്ക് വന്നിട്ടില്ല. ഇപ്പോഴാണ് എനിക്കൊരാശ്വാസം പോലെ തോന്നിയത്. ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ പരാതിപ്പെട്ടത് നന്നായി. അതുകൊണ്ട് എനിക്ക് പോലീസിൽ ഈ സമയത്തൊക്കെ നമ്മളെ വീട്ടിൽ നിന്നും ഇങ്ങനെ അടിവസ്ത്രം പോലും ധരിക്കാൻ അനുവാദമില്ലാതെ അല്ലെങ്കിൽ പോലും അനുവദിക്കാതെ നമ്മൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പറയുന്നുണ്ടല്ലോ ഞാൻ ഈ കേസിലൊന്നും ഇല്ല എന്നില്ല. അപ്പോൾ അപ്പോഴൊക്കെ ആ പോലീസുകാരുടെ പ്രതികരണം എന്തായിരുന്നു? അവിടെ സ്റ്റേഷനിൽ എത്തിച്ചു ഒക്കെ ഉണ്ടായ വിശ്വാസമില്ലല്ലോ. കാരണം ഞാൻ അന്ന് പോലീസുകാരുടെയൊക്കെ രീതി കണ്ട
ഞാൻ ഒന്നിലും MDMA-യിലോ അതിൽപ്പെട്ട ഒരാളാണെന്ന് തോന്നും, അല്ലെങ്കിൽ വല്ല പീഡന കേസിൽ പ്രതിയായിട്ട് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ്. അങ്ങനെ ഒരാളെ പോലും ആ രീതിയിൽ കൈകാര്യം ചെയ്യില്ല. അതിൽ മോശമായിരുന്നു ഈ നിസ്സാരപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കുടുംബത്തിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ വലിച്ച് ഇഴച്ച് കൊണ്ടുപോകുന്നത്. അവർക്ക് പിന്നെ അവസാനം മനസ്സിലാവുന്നത് ഇടയ്ക്ക് വെച്ചിട്ട് ഈ 1-2 പേര് ഈ കോർട്ട് സംവിധാനം നോക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനൊരു കേസില്ലാന്ന് ബോധ്യപ്പെടുമ്പോഴാണ്. അതിനുശേഷം അവരുടെ ഭാഗത്തുനിന്ന് തെറ്റാന്നവർ പറയുന്നില്ല. അത് ഞങ്ങൾക്ക് വാറണ്ടുണ്ട്, കോടതി ഉത്തരവുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ അവർക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്നവർക്ക് സ്വയം ബോധ്യപ്പെട്ടപ്പം അവർ ആ തെറ്റിനെ പുറത്തു വരാതിരിക്കാൻ നിങ്ങളെ ഒന്ന് ഭയപ്പെടുത്തിയാൽ നിങ്ങളങ്ങ് പൊക്കോളും, ഇനി ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ഒരു ഭാവം അവർക്കുണ്ടായിരുന്നു അല്ലേ? എന്നെ വിരട്ടാന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ ശ്രമം. ഒന്ന് വിരട്ടി വിടുമ്പം ആരെങ്കിലും വിളിച്ചങ്ങ് വീട്ടിൽ പോകും. പക്ഷെ അവരറിയുന്നില്ലായിരുന്നു ഇങ്ങനൊരു വീഡിയോ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. ഞാനും അറിഞ്ഞില്ല. യാഥാർത്ഥ്യം അതാണ്. കാരണം മോള് വീഡിയോ എടുക്കുന്നു എന്നുള്ളത് ഞാൻ പോലും അറിഞ്ഞില്ല. കുട്ടി ഈ കരയുകയും ചെയ്യുന്നുണ്ട്. അവൾ തന്നെയാണ് അതിനകത്ത് ആ വിഷ്വലിനകത്ത് നിലവിളിക്കുന്നത്. അച്ഛൻ വരുമെന്ന് പറഞ്ഞില്ല, അച്ഛൻ വരും, നിങ്ങൾ എന്തിനാണ് അച്ഛനെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് മോള്. പക്ഷേ അവൾ ആ ധൈര്യത്തോടുകൂടി തന്നെ ആ വീഡിയോ വിഷ്വൽ എടുത്തു. അത് ഇടയ്ക്ക് ബാക്കിൽ നിന്ന് 2 പോലീസുകാർക്ക് അത് മനസ്സിലായി. അവർ ആ ഫ്രെയിമിൽ വരാതെ ഒഴിഞ്ഞു നിന്നു. അപ്പോൾ ഇത് പറയുമ്പോഴും ഞാനിത് അറിയുന്നില്ലായിരുന്നു, ഇങ്ങനൊരു വിഷ്വൽ ഇവിടെ ഉണ്ടാകുന്നുള്ള കാര്യം. അതുകൊണ്ട് ലോകം അറിഞ്ഞു. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പോലീസുകാരൻ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കത്തില്ല. ഈ പറഞ്ഞ ഇത്രയും ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടെന്ന് നമുക്ക് വാക്കുകൊണ്ട് പറയാനേ പറ്റൂ. ഇത് വളരെ എന്താ പറയുക, പൈശാചികമായി മൃഗീയമായ രീതിയിലാണ് ഈ ഒരു കുടുംബത്തോട് ഈ പോലീസുകാരൻ കളിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ സിയുടെ പേര് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. എന്തിനു പേടിക്കണം? എനിക്കൊരു പേടിയില്ല. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറമാണ് അയാൾ താമസിക്കുന്നത്. ഈ നാട്ടുകാരൻ ഈ പഞ്ചായത്തിൽ താമസിക്കുന്നത് അനൂപ് എന്നാണ് പേര്. അനൂപ്, SHO അനൂപ് ചാത്തന്നൂർ. ഇന്ന് സ്റ്റേഷനിൽ ഇരിപ്പുണ്ട് അയാൾ. അപ്പോൾ അയാളുടെ പേര് പറഞ്ഞാൽ എനിക്കെന്താ പേടിക്കുന്നത്? എൻ്റെ വീട്ടിൽ കയറി ഈ ഇത്രയും തോന്നിയാസം കാണിക്കുന്ന ആളുടെ പേര് പറയാൻ എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല. ഞാൻ ആരും ഭയന്നിട്ടൊന്നുമില്ല. ഭയക്കുകയാണെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് നിൽക്കില്ലല്ലോ. ഇന്നലെയും അല്ല, എല്ലാ ദിവസങ്ങളിലും ചാനലുകൾ ആ പ്രശ്നം നടക്കുന്ന സമയത്ത് ഇവിടെ ലൈവ് പ്രോഗ്രാം ഇടുന്ന് പോയിട്ടുണ്ടായിരുന്നു, ലൈവായിട്ട് തന്നെ. അപ്പോൾ ഞാൻ അയാളെ ഭയക്കേണ്ട കാര്യമില്ല. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, നീതിയുണ്ട്. എനിക്കിപ്പം ആരും ഭയക്കേണ്ട കാര്യമില്ല. എപ്പോഴെങ്കിലും പിന്നെ അതിനുശേഷം ഇതൊന്ന് പരിഹരിക്കാം എന്നുള്ള ശ്രമം അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടാവും? ഡയറക്റ്റ് വന്നിട്ടില്ല. അല്ലാതെ ചിലരുടെ പലരും എന്നോട് സമീപിച്ചിരുന്നു. ഒതുക്കി തീർക്കാൻ വല്ല മാർഗം ഉണ്ടോ, എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ വന്നാൽ തീരൂലേ? ഞാൻ പറഞ്ഞില്ല, അതിന് എൻ്റെ കഴുത്ത് പോകണം, എന്നാലേ ഞാൻ മാറുന്നു പറഞ്ഞു. കാരണം എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഉണ്ടായ വേദന അത്രയ്ക്കും ഭയാനകമാണ്. അത് നിങ്ങൾക്ക് അനുഭവിച്ചാലേ അറിയൂ. അതുകൊണ്ട് ഇതിൻ്റെ രണ്ടിലൊന്ന് തീരുമാനം ഉണ്ടാവണം. ഞാനിപ്പോഴും പറയുന്നത് അയാളെ സർവീസ് വെച്ചേക്കാൻ പാടില്ല. അയാൾ ഇതിന് യോഗ്യനല്ല. അയാൾ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നേ ഞാനിപ്പോഴും പറയുന്നുള്ളൂ. കാരണം ഇങ്ങനെയുള്ള പിടുക്കുത്തുകളെ നമ്മൾ ഈ സർവീസ് വെച്ചിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിനായാലും മുഖ്യമന്ത്രിക്കായാലും നാണക്കേട് തന്നെയാണ്, പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോൾ നിരന്തരം കാണുന്നത് ഇതുപോലുള്ള ഇതൊരു അജണ്ടയാണ്. കുറച്ച് പേര് ഇതിനായിട്ട് മെനക്കെട്ട് നിൽപ്പുണ്ട്. ഇത് അപകീർത്തിപ്പെടുത്താനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കുറേ പോലീസുകാരുടെ ഇടയിൽ കുറേ പുഴുക്കുത്തുകളുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞത് 8 മാസം മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ എന്തായി? ഇപ്പോൾ നടക്കുന്ന അന്ന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എൻ്റെ ഭാഗം എന്നല്ല മറ്റൊരുക്കളുടെയും വീടുകളിൽ ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ചയുടെ ഭാഗമായിട്ട് പൊതുജനങ്ങളിൽ പലരും ഇതുപോലുള്ള മാനസിക സംഘർഷവും വേദനകളും അനുഭവിക്കുന്ന പോലീസുകാർ അഴിഞ്ഞാടുന്നുണ്ട്. അതിനിപ്പം നമ്മൾ തുറന്നു പറയുന്നത് എനിക്ക് വിഷമമൊന്നുമില്ല. ഇത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ പേര് നാളെ ഒരു സമയത്ത് വേറെന്തെങ്കിലും കേസ് കൊടുത്ത് ഇങ്ങനെ ഭീഷണി അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടിയുണ്ടോ? എന്തിനു പേടിക്കണം? അത് വന്നാലും ഞാൻ അതിന് പൈസ ചെയ്യും. എനിക്കത് പ്രശ്നമൊന്നുമില്ല. എന്തിനാ ഭീഷണി? എന്തിനാ കാര്യത്തിലാണ്? എൻ്റെ വീട്ടിൽ കയറി അനാവശ്യമായി ഒരു പോലീസിൻ്റെ ഭാഗത്ത് ഇത്രയും വിഷയങ്ങളുണ്ടായി. ഞാൻ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയി. ഞാൻ നിയമപരമായിട്ടല്ലേ പോയുള്ളൂ. ഞാൻ അയാളെ കൈകാര്യം ചെയ്യാൻ പോയില്ല. പോലീസുകാരെ ഒന്നും ചീത്ത പറഞ്ഞിട്ടില്ല. ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അവരോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല. സാറെന്നല്ലാതെ വേറൊന്നും വിളിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും അവരെന്നോട് അപമര്യാദയായും മോശമായും വൃത്തികേടുകളൊക്കെ പറയുമ്പോഴും ഞാൻ അവിടെ സംയമനം പാലിച്ചിട്ടുണ്ട്. പ്രകോപനമൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ലോ, എൻ്റെ വീട്ടിലല്ലേ ഉണ്ടാക്കിയിട്ട്. പിന്നെ ഞാൻ ആരെയും ഭയക്കുന്നത്, എന്തിനാ പേടിക്കുന്നത്?